അങ്ങനെ പോയതാ ഞാൻ. ആ പോയ എന്നെ ആ UDF യോജിപ്പിക്കാൻ പഠിച്ച പണി 18 അദ്ദേഹം നോക്കിയിട്ടും പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ നോക്കിയിട്ടും സംഗതി നടക്കുന്നില്ല. നടക്കാത്തതിന് വേറെ കാരണങ്ങളുണ്ട്. അതെനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട്. അത് നമ്മൾ പിന്നീട് ആലോചിച്ച് പറയും. അപ്പോൾ ഞാനിന്ന് അദ്ദേഹത്തോട് ഇന്നും പറഞ്ഞു, ദയവായി എനിക്ക് വേണ്ടി ദയവായി നിങ്ങൾ ആരും കാല് പിടിക്കരുത്. കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. UDF ഞാൻ വരണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, UDF പ്രവർത്തകർ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, ഇവിടുത്തെ സാമുദായിക കക്ഷികൾ ഈ പിണറായിസം അവസാനിപ്പിക്കാൻ അൻവറിനെ കൂടെ നിർത്തണം, ആത്മാർത്ഥമായി സത്യസന്ധമായി എന്ന് പറയണം. അതിൻ്റെ പേരിലാണ് നമ്മൾ നിന്നത്. ഇപ്പോഴും ഒരു തലയും പാലും ഇല്ല. കഴിഞ്ഞ 2-ാം തീയതി എടുത്ത തീരുമാനം എന്നെ കൂടെ കൂട്ടി സഹകരണ മുന്നണിയാക്കാൻ സമ്മതിച്ചതാ. ഒരു ഡിമാൻഡും എനിക്കുണ്ടായിരുന്നില്ല. ഒരു അലയൻസ്, ഒരു ധാരണം, സഹകരിച്ച് പോകാം. അത് പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയല്ലേ. 15-ാം തീയതി എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് എന്താ അറിയോ? തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് പോകും എന്ന് നമുക്ക് തോന്നിയല്ലോ. അപ്പോൾ ഈ വാലുമ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാം. മനസ്സിലായില്ലേ? ഫോൺ വിളിച്ച ഫോൺ എടുക്കില്ല. അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാരെ വിളിച്ചാൽ അദ്ദേഹം എടുത്തിട്ട് പറയും, സാർ തിരിച്ചു വിളിക്കൂട്ടോ. അദ്ദേഹത്തെയാണ് UDF ഉത്തരവാദിത്തപ്പെടുത്തിയത്. അത് കഴിഞ്ഞു. അപ്പോഴൊക്കെ സ്ഥാനാർത്ഥി ആരാ? എന്നോട് പറഞ്ഞത് ഈ 14-ാം തീയതി 15-ാം തീയതി വരെ മലയോര കർഷകരുടെ, കുടിയേറ്റ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകും. അത് നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. ഷൗക്കത്തിനെ നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. 2026 വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെ നിലമ്പൂരിൽ നിർത്താൻ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ഈ വന്യജീവി വിഷയം കത്തിക്കാളി നിൽക്കുകയാണ്. അതുകൊണ്ട് ജോയി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി. എന്നാ പറയുന്നത് അറിയാം? ഈ പറയുന്ന 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി. ഓക്കെ, ഞാൻ ഷൗക്കത്തിനെ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് വിസ്തരിക്കുന്നില്ല. ആരെ നിർത്തിയാലും ഷൗക്കത്ത് അടക്കമുള്ളവരെ ഞങ്ങൾ പിന്തുണക്കും. ഒരു തർക്കമോ കാര്യത്തിന് വേണ്ട. കാരണം അത് പിന്നെ UDF സ്ഥാനാർത്ഥിയാണ്. ഞാൻ UDF ഭാഗമാകുമ്പോൾ. പക്ഷേ ഞാനും കൂടി UDF ഭാഗമായി നിന്നാൽ ഈ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം PV അൻവറും UDF ഒരുമിച്ച് നിന്നിട്ടും നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി വിജയിച്ചാലുണ്ടാകുന്ന അവസ്ഥകളൊന്നും ആലോചിക്ക്. പിന്നെ പിണറായിസം ഉണ്ടോ? പിന്നെ ഇവിടെ ആൻറ്റി ഇൻകമ്പൻസി ഭരണവിരുദ്ധത ഉണ്ടോ? കേരളത്തിൽ വരാൻ പോകുന്ന 140 മണ്ഡലങ്ങളെയും ഇത് ബാധിക്കൂലേ? ഞാൻ എന്തിനു വേണ്ടിയാണ് രാജിവെച്ചത്? 3-ാം വട്ടവും പിണറായി വരുന്നു എന്ന നരേഷൻ ഇവിടെ കൃത്രിമമായി സൃഷ്ടിച്ച് ഇവിടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ല വസ്തുത. ജനങ്ങൾ ആ ഗവൺമെൻറ്റിനെതിരാണ് എന്ന് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താനല്ലേ ഞാൻ രാജിവെക്കുന്നതിൻ്റെ ഒരു കാരണം. എന്താ എനിക്ക് അപ്പം പറഞ്ഞൂടെ? പിണറായിക്കെതിരെ നിലമ്പൂരിൽ ജനങ്ങളെ ഒപ്പം നിർത്തി UDF സഹായത്തോടു കൂടി ഞാൻ അവിടെ മത്സരിച്ച് ജയിക്കുമെന്ന് പറഞ്ഞാൽ പോലെ ആരെങ്കിലും പറ്റില്ല എന്ന് പറയോ? എന്നെ ഈ കുറ്റവാളിയാക്കുന്ന കേരളത്തിലെ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർ തടയോ? എനിക്ക് മത്സരിച്ചൂടെ? ഇപ്പം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലേ. ഇപ്പം ഈ അൻവറിനെ തെറി പറയുന്ന ആളുകൾ മുഴുവൻ ഈ പ്രചരണ രംഗത്തുണ്ടാവില്ലേ? ഞാൻ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞ മലയോരത്ത് പ്രശ്നമുണ്ട്. ഒരു കുടിയേറ്റ കർഷകൻ ഇവിടെ സ്ഥാനാർത്ഥിയാവണം. അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇപ്പം എല്ലാവരും സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നുണ്ടല്ലോ. ഒരു മലയോര കുടിയേറ്റ കർഷകനെ ആരെങ്കിലും പരിഗണിച്ചോ? ആരെങ്കിലും? ഇപ്പം LDF സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, സ്വരാജ്. എൻ്റെ അടുത്ത സുഹൃത്താണ്, എനിക്കിഷ്ടമാണ് വ്യക്തിപരമായിട്ട്. പക്ഷേ ഈ പിണറായിസത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവാണ് ആര്? ഈ സ്വരാജ് അല്ലേ? പിണറായിസത്തെ താലോലിക്കുന്നതിൽ മുൻപന്തിയിലല്ലേ സ്വരാജ്? ഈ വന്യമൃഗ പ്രശ്നങ്ങൾ മുഴുവൻ, ഞാൻ നിലമ്പൂർക്കാരനാന്ന് പറയുന്നുണ്ടല്ലോ, ഈ വന്യമൃഗ വിഷയങ്ങൾ മുഴുവനുണ്ടായിട്ട് നിലമ്പൂരിലേക്ക് കടന്നു വന്ന് ഈ ഗവൺമെൻറ്റിനടുത്ത് പോരായ്മയുണ്ടെന്ന് സൂചിപ്പിക്കാനെങ്കിലും ഈ പറയുന്ന സ്വരാജ് തയ്യാറായിട്ടുണ്ടോ? നിലമ്പൂരിലെ ജനങ്ങളെന്ന് പറയട്ടെ. ഉണ്ടായിട്ടില്ലല്ലോ. ഈ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈ കോലത്തിൽ ഒരു ജനവിഭാഗത്തെ ഇങ്ങനെ വക്രീകരിച്ച് ക്രിമിനലുകളാക്കുമോ? ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന സ്വരാജ് ഒരു വട്ടം
ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസിൻ്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞോ? സ്വരാജ് സംസാരിക്കും പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുടക്കൊന്നുമില്ലല്ലോ. പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ലോകത്ത് ഉണ്ട് എന്ന് പറയുന്ന ഇസ്ലാമോഫോബിയക്ക് എതിരെ അല്ല, ഇന്ത്യയിൽ നടക്കുന്ന, മലപ്പുറത്ത് നടക്കുന്ന, മൂക്കിൻ്റെ ചുവട്ടിൽ നടക്കുന്ന നിലമ്പൂരിലെ വിഷയത്തിൽ പോലും മൂപ്പര് പ്രതികരിക്കില്ല. അപ്പം ഈ പറയുന്ന 921 നടന്ന കാര്യങ്ങളൊക്കെ പ്രസംഗിക്കും. അതിപ്പം CPM ചെയ്തുകൊണ്ടിരിക്കരുത്. CPM എന്താ പറയുക, EMSൻ്റെയും AKGയുടെയും കൃഷ്ണപിള്ളയുടെയും ഒക്കെ വലിയ സേവനങ്ങൾ, ഇവിടുത്തെ ഭൂപരിഷ്കരണ നിയമങ്ങൾ അവരൊക്കെ പറയും, മുടക്കില്ലല്ലോ. ഇപ്പോൾ ഇവിടുത്തെ ആശാ തൊഴിലാളികൾക്ക് 100 രൂപ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? CPM, ഈ ഗവൺമെൻറ് തയ്യാറുണ്ടോ? അപ്പം പഴയത് പറയാ, ആ പാവങ്ങൾ ഇപ്പോഴും തെണ്ടുക. എവിടെ എത്തി എനിക്കറിയില്ല. ജാഥ പോയിക്കൊണ്ടിരിക്കുക, പട്ടണി ജാഥ, അതിനെക്കുറിച്ച് പറയില്ല. അപ്പോൾ അന്നത്തെ കാര്യം പറയും, മനസ്സിലായില്ലേ? നിലമ്പൂരിൽ നടക്കുന്ന കാര്യം പറയില്ല. ഒരു പ്രളയമുണ്ടായല്ലോ നിലമ്പൂരിലല്ലേ, തലകുത്തി മറിഞ്ഞല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ. സ്വരാജ് ഞങ്ങൾ ആരെയും കണ്ടിരുന്നോ? നിലമ്പൂർക്കാരന് പോത്തല്ലിൽ മുപ്പര പഞ്ചായത്തിലാണ്, അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിലാണ്. ഒരു ഫോട്ടോയിൽ കാണിച്ചു തരാൻ പറ്റും, ഒറ്റ ഫോട്ടോയിൽ, ഒരു വീഡിയോയിൽ. എങ്ങനെയാ ദുരന്തത്തെ PV അൻവറും ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും നേരിട്ടത്? ഒരാൾക്ക് പ്രശ്നമുണ്ട്, ഒരാൾക്ക്. 10,000 ചില്ലാനും വീട്ടിൽ വെള്ളം കയറി, 500ഓളം വീടുകൾ തകർന്നു, 1000ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. 6 മാസം കൊണ്ട് പ്രശ്നം തീർത്തോ? 6 മാസം കൊണ്ട്. അന്നും കൊടുത്തത് വീട് പോയതിന് 4 ലക്ഷം, ഭൂമിയും വീടും പോയതിന് 10 ലക്ഷമാണ്. ആ പൈസയെ നിങ്ങൾ അവിടെ നിന്ന് ചെല്ലു, വഴിക്കടവിൽ ആൾക്കാരെ പോക്കറ്റിലിട്ട് കൊടുത്തു PV അൻവർ, മനസ്സിലായോ? 4 ലക്ഷത്തിന് ആ നാട്ടുകാരെ കണ്ട് പലരും എനിക്ക് സ്പോൺസർ ചെയ്ത് ഭൂമി 4 ലക്ഷം ഫ്രീ. വീടുണ്ടാക്കാൻ ഈ നാട്ടിൽ ഒരുപാട് സാമൂഹ്യ സംഘടനകൾ കടന്നു വന്നു, അവർ വീടുണ്ടാക്കി കൊടുത്തു, സുന്ദരമായ വീടുകൾ. ആ 10 ലക്ഷം ആ സാധുക്കളുടെ പോക്കറ്റിലായി. അവരുടെ ജീവിത നിലവാരം അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റി. 1 ഏക്കറും 2 ഏക്കറും നല്ല 2 നില കെട്ടിടങ്ങളും പോയ പാവപ്പെട്ടവനെ കോഴിക്കൂട്ടിലേക്ക് തള്ളിയിട്ടില്ല PV അൻവർ, മനസ്സിലായോ? മറുപടി പറയണം. ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി 37 വീടുണ്ടാക്കി തന്നറിയോ നമുക്ക്? ഒരൊറ്റ ആൾ. AP വിഭാഗം 22 വീട്ടുണ്ടാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി കാര്യങ്ങൾ. ജമാഅത്ത് ഇസ്ലാമിയുടെ കെയർ ഓഫിൽ 10-22 വീടുകൾ. എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന നമ്മുടെ ചുങ്കത്തറയിലെ മാർത്തോമ സ്കൂളിൽ 23 വീട്, മാർത്തോമ സമൂഹം. ആ സ്കൂളിൽ പഠിച്ച 23 കുട്ടികൾക്ക് ഡാമേജ് ഉണ്ടായിരുന്നു വീടിന്. ഉണ്ടാക്കി കൊടുത്തു അറിയാം ഞങ്ങൾ. ഒരു സമുദായം, ഒരു സ്കൂള്, ഒരാൾക്കും ഒരു പ്രശ്നമില്ല. മുഴുവൻ പൂർത്തീകരിക്കപ്പെടാത്ത ഒറ്റ കാര്യം ഉണ്ടെന്നറിയങ്ങൾ. ST കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പാവപ്പെട്ട ST വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് ഭൂമി കൊടുക്കാൻ ഈ പറയുന്ന മുണ്ടേരി ഫാമിൽ അങ്ങാടിക്കടുത്ത് ഭൂമി കൊടുത്ത് അവരെ മാറ്റിപ്പാർപ്പിക്കാനെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. ആ തീരുമാനം 2021-2026 ഗവൺമെൻറ്റിൽ തഴയപ്പെട്ടതിൻ്റെ കാര്യം ഞാൻ പറയാം. ആ സാധുക്കൾ ഇപ്പോഴും ആ വാടക കെട്ടിടത്തിൽ താമസിക്കുക. വാടക കെട്ടിടത്തല്ല, ഈ പറയുന്ന കൃഷിഭൂമിയുടെ മുണ്ടേരി കൃഷി ഫാമിൽ താമസിക്കുകയാണ്. എന്താ വയനാട്ടിൽ ഇന്നലത്തെ സ്ഥിതി? ഈ 1 കൊല്ലം കഴിഞ്ഞു, 2ാമത്തെ വർഷക്കാലം വന്നു. അവിടെ ഉണ്ടല്ലോ മന്ത്രിമാരും MLA മാരും ഒക്കെ. മരുമകനിങ്ങനെ വീശി നടന്നിരുന്നല്ലോ അവിടെ. ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്തോ സഹോദരന്മാരെ? ഒരാൾക്ക് 700 കോടി ഉറുപ്പിക വയനാടിന് വേണ്ടി മാത്രം കേരളത്തിലെ ജനങ്ങൾ സംഭാവന ചെയ്താ. 700 ചില്ലാനം കോടി. പ്രതിപക്ഷം അന്ന് ആകെ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആ ഫണ്ട് ഇടരുത്, വയനാടിന് വേറെ അക്കൗണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അക്കൗണ്ട് ഉണ്ടാക്കി, ജനങ്ങളിലേക്ക് പൈസ കൊടുത്തു. 100 കണക്കിന് വീടുണ്ടാക്കാൻ ആളുകൾ തയ്യാറായി നിന്ന്. ഇതേപോലെ തന്നെ അടുപ്പിച്ച് അങ്ങോട്ട്. ഇന്നലെ വൈത്തിരി താലൂക്ക് ഓഫീസിൽ ഈ പാവപ്പെട്ടവർ വാടകയ്ക്ക് വേണ്ടി കരയാ. ആരെങ്കിലും ഉണ്ടോ? പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ മുക്കിയ 700 ചില്ലാനം കോടി എവിടെ പോയി? 400 വീടാ ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ നഷ്ടപ്പെട്ടത്. 1.25 കോടി വെച്ച് സാധുക്കുന്ന പിടിച്ചോ ചെക്ക്, നിങ്ങൾ എവിടെ പോയി ജീവിക്കുക, എവിടെ പോയി ഭൂമി വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ തീരൂലേ? അതിനല്ലേ സെപ്പറേറ്റ് പണം കൊടുത്തത്?
ആ പൈസയും വിഴുങ്ങി പിണറായി അല്ലേ? നിങ്ങൾക്ക് വാടക തരുമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞു. ഭക്ഷണം കൊണ്ട് ഇവിടുന്ന് പോയ എന്താ പറയുക പ്രവർത്തകരെ ഈ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ആട്ടി ഓടിച്ചു. കണ്ടതല്ലേ നിങ്ങൾ? കണ്ടതല്ലേ? എന്താ പറഞ്ഞ ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നു. അവിടെ ഇടപെട്ടിരുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് മലപ്പുറത്ത് നിന്ന് നീങ്ങിയ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായിരുന്നു, വൈറ്റ് ഗാർഡ്. അവർ ഈ വെള്ളക്കുപ്പായിട്ടപ്പം ഇളകി ആർക്ക്? ഈ പോലീസിനും ഈ ഗവൺമെൻറ്റിനും അവരെ അടിച്ചോടിക്കാനാണ് ഭക്ഷണം പോലും കൊടുക്കാവുന്നത്. ഇന്നും ഷെഡ് കെട്ടി പാർക്കുകയാണ്. 1.25 കോടിക്ക് അർഹരായ ഈ 400 വീട്ടുകാർ ഷെഡ് കെട്ടി പാർത്തിട്ട് ആ ഷെഡിൻ്റെ വാടക ചോദിച്ച് ഇന്ന് സമരത്തിലെ സുഹൃത്തുക്കളെ. ആരെയും മിണ്ടിയോ? അവസാനം മുസ്ലിം ലീഗ് വേറിട്ടു. ഞങ്ങൾ ഇനി ഇല്ല, 100 വീട് ഞങ്ങൾ ഉണ്ടാക്കുക. അവർ പണി തുടങ്ങി. ഇപ്പോഴും എസ്റ്റേറ്റ് വിട്ട് കിട്ടിയ കടലാസ് കയ്യിൽ കിട്ടില്ല, കിട്ടൂല. കാരണം എസ്റ്റേറ്റിന് വില കൂട്ടി കൊടുക്കണം. 10,000 റുപ്യ 15,000 റുപ്യ സെൻറ്റിനുള്ള ഭൂമി ഇപ്പം തന്നെ 45,000 ഗവൺമെൻറ് കൊടുത്തു. ഇനി 1 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രീം കോടതിയിൽ കേസ് പോവുക. ഇതാണ് ഞാൻ പറയുന്നത് നെക്സസ്. ധാരണയാണ്. ആദ്യം കയറുക, എന്നിട്ട് കോടതിയിൽ പോവുക. കോടതിക്ക് സ്വാഭാവികമായിട്ട് പറയില്ലേ നിങ്ങൾ ഭൂമി ഏറ്റെടുത്താൽ പോരാ, മാന്യമായ പ്രൈസ് കൊടുക്കണമെന്ന്. ഞാൻ പറയും, ഇനിയും പറയും. ആ പാവപ്പെട്ട മയ്യത്തിൻ്റെ മുകളിൽ പാന്തം വലിക്കുക എന്ന് പറയും പണ്ടത്തെ ആളുകൾ. മനസ്സിലായില്ലേ? ഈ മയ്യത്ത് പുതക്കുന്ന പുതപ്പുണ്ടല്ലോ, വെള്ളത്തുണി, അതിൻ്റെ വക്ക് ഇങ്ങനെ കടിച്ച് കീറിയിട്ട് വേറെ എന്തെങ്കിലും കെട്ടാൻ പാന്തം വലിക്കും. അതിനാണ് മയ്യത്തിൻ്റെ മുകളിൽ പാന്തം കെട്ടാറുണ്ട്, മുറിക്കാന്ന് പറഞ്ഞു. ആ പണിയല്ലേ പിണറായി ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞാൻ പറയണ്ടേ? പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊരു തർക്കം നിങ്ങൾ കരുതണ്ട. അത് പറയാൻ പാടില്ല. പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒരു ഭാഗത്ത്. ഇനി എന്താ മറ്റത്? എന്താണ് PV അൻവറിനെ മാറ്റി നിർത്തിയിട്ടും നിലമ്പൂരിൽ ജയിക്കും? അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്.